ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠന പരമ്പരയുടെ ഭാഗമായി നാം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം പൂർത്തീകരിച്ചല്ലോ. ഇന്ന് നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കിടക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അടുത്ത വാക്യം: യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവും. കാരണം യേശു ക്രിസ്തുവിനെ പറ്റി ഏറ്റവും ആധികാരികമായ കൃത്യമായ വെളിപ്പാട് നൽകിയത് ഈ സ്നാപകയോഹന്നാൻ തന്നെയാണ്. ഞാനിങ്ങനെ കർത്താവിനെ പറ്റി പറയുന്ന വാദം നമുക്കറിയാമല്ലോ. കുനിഞ്ഞ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നും, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുന്നതും വസിക്കുന്നതും കാണുന്നുവോ അവനാകുന്നു ക്രിസ്തു എന്ന് ദൈവം തന്നോട് വ്യക്തമായ അടയാള സഹിതം ബോധ്യമാക്കി കൊടുത്തു എന്നൊക്കെ തൻ്റെ വാഗുകൊണ്ട് പറഞ്ഞ ആ യോഹന്നാനാണ് ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ള നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുന്ന സംഭവം. യോഹന്നാൻ കാരാഗൃഹത്തിലകപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു വൃത്തികേടിനെ ചൂണ്ടിക്കാണിച്ച്, തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് തെറ്റ് വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ നിരപരാധിയായതാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട രംഗം. എനിക്ക് തോന്നുന്നത് സത്യത്തിന് വേണ്ടി നീതിയോടെ നിന്നിട്ട് ഈ ഗതികേട് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു ഇടപെട്ട് തന്നെ സ്വതന്ത്രനാക്കിയില്ലല്ലോ എന്ന ഒരു ചിന്തയാകാം ഒരു പക്ഷേ ഈ സംശയത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പറ്റി മറ്റാരേക്കാൾ കൂടുതൽ കൃത്യമായ വെളിപ്പാടും കാഴ്ചപ്പാടും ഒക്കെ ലഭിച്ച സ്നാപകയോഹന്നാൻ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ആകെപ്പാടെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമുക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെപ്പറ്റിയും ദൈവസ്നേഹത്തെപ്പറ്റിയും യേശുക്രിസ്തുവിൻ്റെ അളവറ്റ സ്നേഹത്തെപ്പറ്റിയും ഒക്കെ നമുക്ക് വാദോരാതെ സംസാരിക്കാനറിയാം, സംസാരിക്കുന്നവരുമാകാം, ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പക്ഷേ നാമും ഈ സ്നാപകയോഹന്നാനെ പോലെ പറയുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ: എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണല്ലോ. വിശേഷാൽ അതിൻ്റെ 31-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാടെ അറിയാവുന്ന വാക്യമാണ്. ഞാനതിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 27-ാം വാക്യം പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാവാൻ വഴിയുണ്ട്. ഇവിടെ സ്നാപകയോഹന്നാനും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. ഈ പ്രതിസന്ധി വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ വിട്ടുപോവുകയും ചെയ്ത് തന്നെ സഹായിക്കാൻ വന്നില്ല. അത് കണ്ടപ്പോഴുള്ള സങ്കടം കൊണ്ട് സ്നാപകയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, ഇത് വരുവാനുള്ള നീ തന്നെയാണോ എന്ന് അന്വേഷിക്കുന്ന ആ സംഭവം. യേശു ക്രിസ്തു സ്നാപകയോഹന്നാൻ അയച്ച തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന മറുപടി 4-5 വാക്യങ്ങൾ നമുക്ക് കാണാമല്ലോ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ഈ ഭാഗം അല്പവും കൂടി വിശദീകരിച്ച് പറയുന്ന ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആശയം സെയിമാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
യേശു ചെയ്ത അത്ഭുതങ്ങൾ ഈ സ്നാപകനയച്ച ശിഷ്യന്മാർ കാണുകയാണ് യേശു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എൻ്റെ ശ്രോതാക്കളെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അവസാനം പറയുകയാണ്, ചിലർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഈ പദം ഇത് ശ്രദ്ധിക്കണമേ. ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല സഭകളിലും പാവങ്ങളെയും വിദ്യാഭ്യാസനെയും ഒക്കെ വേണ്ടവണ്ണം പരിഗണിക്കാത്ത ഒരനുഭവം. അതേസമയം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, മൂടിയായ വസ്ത്രം ധരിച്ച് പൊന്മോതിരമിട്ടൊരുവൻ വന്നാൽ നീ അവിടെ സുഖേനയിരിക്കൂ എന്നും, ദരിദ്രനായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരുത്തൻ വന്നാൽ നീ ഇവിടെ മാറി നിൽക്കുക എന്നും പറയുന്ന ആ അനുഭവം അക്കാലത്ത് പോലും ഉണ്ടായിരുന്നു എന്നാണല്ലോ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇക്കാലത്തും വ്യത്യസ്തമായൊരു അനുഭവമല്ല എന്ന് ഖേദത്തോടെ പറയേണ്ടതുണ്ട്. പരിശുദ്ധാത്മ നിറവുള്ള ദൈവദാസന്മാർ ഈ വിഷയം ഗൗരവമായി ചിന്തിച്ച് പ്രവർത്തന ശൈലിയിൽ ആത്മനിയോഗത്തോടെയുള്ള മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ തന്നെ യേശു കർത്താവ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ അറിയുകയില്ല, പുത്രൻ്റെ അടുക്ക വരികയില്ല. അപ്പോൾ ഒന്നാമത് പിതാവിൻ്റെ തിരുവിഷ്ടമാണ്. നമ്മൾ കുറേ അഭ്യാസങ്ങൾ കാണിച്ച്, കുറേ വേലത്തരങ്ങൾ കാണിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യനെ വശീകരിക്കാനോ ആകർഷിക്കാനോ ഉള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ചില ഉപാധികൾ ഉപയോഗിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആളുകൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊണ്ട് പറയുന്നതൊക്കെ കേട്ടു എന്ന് വരാം. എന്നാൽ യഥാർത്ഥമായ വീണ്ടും ജനനം നടക്കുന്നുണ്ടോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് മുമ്പേ ഒരു ലക്കത്തിൽ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വെറുതെ ആൾ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമായി മാറാതെ പരിശുദ്ധാത്മ നിയോഗത്താൽ കാര്യങ്ങൾ നടക്കുവാൻ ഈ നാളുകളിൽ ദൈവജനം ശ്രദ്ധയുള്ളവരായിരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോസ്തലന്മാർ ദൈവം കർത്താവായ യേശുക്രിസ്തു പ്രവർത്തനങ്ങൾക്കായി അയക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണ്, പഠിച്ചതാണ്. ആദ്യം ചെയ്യേണ്ടത് നാം കാത്തിരുന്ന് ആത്മശക്തി പ്രാപിക്കുകയാണ്. രണ്ടാമത് ദൈവനിയോഗം പ്രാപിക്കണം. ഇത് രണ്ടും പ്രാപിച്ച ശേഷമാണ് സുവിശേഷ പ്രവർത്തനം നടത്തേണ്ടത്. എല്ലാവരും സുവിശേഷ പ്രവർത്തനം നടത്തേണ്ടവരല്ല. പ്രവർത്തനമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പരസ്യമായ ശുശ്രൂഷകൾ നടത്തേണ്ടവരല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ കർത്താവിലേക്ക് നയിക്കപ്പെടണം. ഇന്ന് പകൽക്കാലം എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം BSNL ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അദ്ദേഹം എന്നോട് പങ്കുവച്ച ഒരു വിഷയം ഞാനിപ്പോൾ സന്ദർഭവശാൽ ഓർത്തു പോവുകയാണ്. അദ്ദേഹം രാത്രി ദൈവസന്നിധിയിലേറെ സമയം പ്രാർത്ഥനയോടെ തിരുവചന ധ്യാനത്തോടെ ഇരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത കൊടുത്തു: നീ ഇപ്പോൾ പാർക്കുന്ന ചുറ്റുപറ്റുള്ള സ്ഥലങ്ങളിലെ എത്ര ഭവനത്തെ നീ പോയിട്ടുണ്ട്, അവരൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, അവരുമായി നിൻ്റെ ബന്ധം എന്താണ് എന്നൊക്കെ നീ ചിന്തിക്കാറുണ്ടോ? കാവൽക്കാരാ, നീ എന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ ഒരു പ്രകാശനം കൊടുത്തത് ഇങ്ങനെയാണ്: നിൻ്റെ വീടിന് ചുറ്റുപറ്റുള്ള ഭവനങ്ങളിലൊക്കെയുള്ള വഴി ഡ്രോ ചെയ്യുക. ആ വഴിയരിയിലുള്ള വീടുകൾ, ഇടത്തും വലത്തുമുള്ള എല്ലാ വീടുകളും ഡ്രോ ചെയ്യുക. ആ വീടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എത്രയും വേഗം കുറേ ദിവസം പ്രാർത്ഥിച്ച ശേഷം ആ വീടുകളിൽ പോയി ആ വീട്ടുകാരെ പരിചയപ്പെടുകയും ചെയ്യുക. സുവിശേഷം പറയാനല്ല പോകേണ്ടത്, പരിചയപ്പെടാൻ പോവുക. അവരെ പരിചയപ്പെടുകയും അവരുടെ ആവശ്യങ്ങളും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി പലപ്പോഴായി അവരെ വീണ്ടും വീണ്ടും സന്ദർശിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുകയും സംയോജിതമായ ആത്മനിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ അവരോട് ഹൃദ്യമായ ലളിതമായ സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ കൊടുത്തു എന്നോട് പറയുകയുണ്ടായി. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് തന്ന ചിന്ത തന്നെയാണ്.
അതങ്ങനെ തന്നെ ചെയ്യൂ. കുറേ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കു തുടർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ വ്യക്തത വരുത്തി ആ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും കാര്യങ്ങൾ ബോധ്യമാക്കി തരുമെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതേ ഉള്ളൂ. ബുദ്ധിയുടെ പ്രമാണത്തിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ആകർഷിക്കാനുള്ള ചില ചപ്പടി വിദ്യകൾ ഉപയോഗിച്ച് നടത്തേണ്ട ഒന്നല്ല സുവിശേഷ വേല, സുവിശേഷ പ്രവർത്തനം. ആത്മനിറവിൽ ദൈവനിയോഗം പ്രാപിച്ച് ദൈവിക ആലോചന പ്രകാരം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് ബോധിച്ചവരെ ദൈവം സത്യാരാധനയിലേക്ക്, സത്യവെളിച്ചത്തിലേക്ക്, നിത്യജീവങ്ങളിലേക്ക്, വീണ്ടും ജനാനുഭവത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാതെ നമ്മൾ ചപ്പിളി വിദ്യകൾ കാണിച്ച് വേഷം കെട്ടി നടന്ന് എന്നെ പുറകെ നടക്കേണ്ടതില്ലെന്ന് മാത്രം സന്ദർഭവശാൽ ഞാൻ ഓർത്തു പോവുകയാണ്. കർത്താവായ ശേഷിയുടെ പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. അടുത്തത് അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 7-ാം വാക്യം. അവൻ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓളയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവൻ രാജഗ്രഹങ്ങളിലല്ലോ. ആ പദം ദൈവം ശ്രദ്ധിച്ചോ? ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ദയവായി ചിന്തിക്കൂ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ, 10-ാം വാക്യം. അതിലിങ്ങനെ പറയുന്നല്ലോ, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും. ഇതേ വാക്യം ഇതേ രീതിയിൽ തന്നെ യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ആവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാമല്ലോ, കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച ശേഷം താൻ എഴുതിയ ഒരു സുവിശേഷ പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അതിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. ആ പദമൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ എൻ്റെ ദൂതനെ. ഈ ഞാൻ ആരാണ്? എൻ്റെ ദൂതൻ എന്ന് പറയുന്നത് ആരാണ്? നിനക്ക് മുമ്പായി. ആ നീ ആരാണ്? അയക്കുന്നു. അവൻ നിൻ്റെ മുൻപിൽ. നിൻ്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ നിൻ്റെ മുൻപിൽ ആരാണ്? നിനക്ക് വഴിയൊരുക്കും. നിനക്കെന്ന് പറയുന്നത് ആരാണ്? ഇതൊക്കെ ദൈവജനം ചിന്തിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനമേ, വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. ഞാൻ, സർവശക്തനായ യഹോവയായ ഏകസത്യ ദൈവം തൻ്റെ ദൂതനെ യേശുക്രിസ്തുവിന് മുൻപായി അയക്കുന്നു. ആ ദൂതൻ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ യേശുക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുമെന്ന ആശയമാണ് എനിക്ക് മനസ്സിലായത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് യഹോവയായ ദൈവമാണ് തൻ്റെ ദൂതനെ യേശുക്രിസ്തു മുൻപായി അയക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകസത്യദൈവമായ യഹോവയായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അത് ആ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി സ്നാപയോഹന്നാനെ അയച്ച ചരിത്രമാണ് ഈ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞ അടുത്ത വാക്യം നോക്കൂ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ ഒരു വാക്യം കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്യമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരുമില്ല. യേശുക്രിസ്തു കൂട്ടണ്ട. കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക ജനനമാണല്ലോ, നമുക്കറിയാം, കന്യകാജനനം. ആ നിലയിൽ അതൊരു പ്രത്യേക ജനനമാണ്. അതൊഴിച്ചാൽ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരിലും ഏറ്റവും ഉന്നതനായ മനുഷ്യനാണ് സ്നാപകയോഹന്നാൻ എന്ന് യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, യേശുക്രിസ്തുവിനെ പ്രസവിച്ച യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തേക്കാൾ വലിയവൻ സ്നാപകയോഹന്നാനല്ലേ വാസ്തവത്തിൽ? അങ്ങനെയാണെങ്കിലും മരിയഭക്തി കാണിക്കുന്ന ആളുകൾ
അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ നിലയിൽ സ്നാപകയോഹന്നാനോടല്ലേ മധ്യസ്ഥതയ്ക്കാനും പ്രാർത്ഥിക്കാനും കൊന്തയെല്ലാവരൊക്കെ നോക്കേണ്ടതെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നുവെന്നേ ഉള്ളൂ. ഞാനതിനാരും വിമർശിക്കാൻ പറയുന്നതല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സിൽ ഈ വാക്യം വായിച്ചപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വന്നു. അതിന് ഈ മാതൃഭക്തി കൂടുതൽ കാണിക്കുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും വ്യാഖ്യാനമോ അർത്ഥമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നറിയിച്ചാൽ ഉപകാരമായി. എനിക്കെൻ്റെ തെറ്റ് തിരുത്താനൊരു അവസരമാകുമല്ലോ. പിന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. മരിച്ചവരാരും പിന്നെ വന്ന് പ്രത്യക്ഷപ്പെടുന്നില്ല, യേശുക്രിസ്തു ഒഴികെ. യേശുക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവം കൊടുത്തിട്ടുമുണ്ട്. നമുക്കറിയാം, കോരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായത്തിലെ 14 വാക്യത്തിൽ പിശാചുതാനും വെളിച്ചദൂതൻ്റെ വേഷം, മാലാഖയുടെ വേഷം കെട്ടി വരുമെന്ന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വേഷം കെട്ടി വരുന്നെങ്കിൽ അത് പിശാചാണെന്ന് തിരിച്ചറിയാൻ ദൈവജനത്തിനെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ലെന്ന്. ബലാത്കാരം നടത്തി അത് പിടിച്ചടക്കണമെന്ന്. ബാക്കിക്കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ വാക്യങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. അത് സാമാന്യ ജനം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു ഏലിയാവ് വരുമെന്ന്. അപ്പോൾ ആ ഏലിയാവാണ് ഈ സ്നാപകയോഹന്നാനെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിലിരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തീനിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് അല്പം ചിന്തിക്കേണ്ട വിഷയമാണ്. ജ്ഞാനമോ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരുന്നു. അത് പരിശുദ്ധാത്മാവിൽ ദൈവജനം പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിച്ചു നോക്കൂ. ഏതെങ്കിലും ആശയം പരിശുദ്ധാത്മാവിൽ ഉൾപ്പെടുത്തെങ്കിൽ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ അതിലേക്ക് കിടക്കാൻ മറ്റു കൂടുതൽ ആശയത്തിലേക്ക് കിടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്തത്, പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോറശീനേ നിനക്ക് ഹാകഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാകഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരട്ടിലും വെണ്ണീരിലും മനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിലും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നീയോ കവർണ്ണഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അടുത്ത വാക്യം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഇതിൽ 25 വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ഒരൊറ്റ വാക്യത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു കർത്താവ് പിതാവായ ദൈവത്തെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ് താൻ ആരാണ്. ആ പിതാവിൻ്റെ ക്വാളിറ്റീസ് അവിടെ പറയുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ എന്നിട്ട് പറയുകയാണ്
ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ദൈവമക്കളെ. ഞാൻ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാലത്ത് സദൂക്യരും ഫരീഷ്യരും വലിയ പ്രമാണിമാരും തത്വജ്ഞാനികളും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ പാണ്ഡിത്യമുള്ളവരെ ആരെയും തിരഞ്ഞെടുക്കാതെ വെറും മീനുള്ളിൻ്റെ മണമുള്ള മുക്കുവന്മാരും പാവങ്ങളും വിദ്യാവിഹീനരുമായ സാധുക്കളിലെ 12 പേരെ അപ്പസ്തോലന്മാരായി കർത്താവ് തിരഞ്ഞെടുത്തത്. അത് ഓർത്തിട്ടാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്, ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അടുത്ത വാക്യം നോക്കൂ. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എന്നിട്ട് അടുത്ത വാക്യം നോക്കൂ, 27-ാം വാക്യം. എൻ്റെ പിതാവ് സകലവുമെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവശക്തനായ സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിനെ സകലവും ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. ഇത് യേശു കർത്താവ് പറയുന്ന വാക്യമാണെന്ന് ഓർക്കണം. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. നമ്മൾ യേശുവിനെ അറിയുന്നു അല്ലെങ്കിൽ ഇതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ടവണ്ണം അതിൻ്റെ പെർഫെക്റ്റ് സെൻസിൽ യേശുവിനെ നമുക്ക് ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അവിടെ വീണ്ടും യേശു പറയുകയാണ്, പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നൊന്നുമില്ല. പിതാവിനെ നമ്മൾ അറിയുന്നു എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ്, തെറ്റാണെന്ന് ചിന്തിച്ചു നോക്കൂ. യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്നാൽ മനസ്സിലാവും. യേശുക്രിസ്തു വെളിപ്പെടുത്താതെ ഈ വിവരം നമുക്ക് മനസ്സിലാകത്തില്ല. യേശുക്രിസ്തുവിന് തൻ്റെ പിതാവ് ആരെന്ന് കൃത്യമായിട്ടറിയാം. പിന്നെ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തികൾക്കും പിതാവിൻ്റെ മഹത്വം പിതാവിനെ അറിയാൻ ഇടയാവും. അതാണ് യേശുക്രിസ്തു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ കൃത്യമാണത്. ഇതൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. പിന്നെ അടുത്ത വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വാക്യം കേൾക്കുമ്പം നമ്മൾ ഈ ലോകപ്രകാരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് യേശുവിൻ്റെ അടുക്കൽ നിലവിളിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് വിഷയത്തിന് വിടുതൽ കിട്ടുമെന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റായ ചിന്തകളാണ്. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്യം നോക്കൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഈ വിഷയങ്ങളുമായി ഭാരമായി വരുമ്പോൾ ആ വിഷയം യേശുക്രിസ്തുവുമായി പങ്കിടുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നമ്മുടെ ഉള്ളത്തെ ആശ്വസിപ്പിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിനൊക്കെ പരിഹാരം കിട്ടി അപ്പോൾ തന്നെ ലോകപ്രകാരമുള്ള വിടുതൽ ലഭിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായ വാക്യങ്ങൾ വേറെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്യം വളരെ ഗൗരവമാണ് കേട്ടോ. അത് വളരെ ചിന്തിക്കേണ്ട വാക്യം തന്നെയാണ്. അതിൻ്റെ 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ആ വാക്യം ഭയങ്കര വാക്യമാണ്. കർത്താവ് തന്നെപ്പറ്റി തന്നെ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. എൻ്റെ ഒരു പള്ളി നോക്കി, എൻ്റെ മുഖം. അപ്പോൾ യേശുവിനൊരു മുഖമുണ്ട്. യേശുവയ്ക്ക് തരുന്നൊരു മുഖം നമുക്ക് എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായി? മുഖമില്ലാത്തൊരു ജീവിതമല്ലെന്നേ. അത് ഒരു ആവശ്യം ആ വാക്കങ്ങ് വിട്ടുകളയും. കർത്താവ് പറയുകയാണ്, എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ആ പദത്തിന് വേണ്ടത്ര പ്രസക്തി നമ്മൾ കൊടുക്കത്തില്ല. മനസ്സിലായോ? അതേസമയം അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും എൻ്റെ അടുക്കൽ ഞാൻ ആശ്വസിപ്പിക്കുന്നുള്ള വാക്യം കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ തുള്ളിച്ചാടും. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ഈ വാക്യം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ദൗർബല്യം അല്ലെങ്കിൽ കാണാനില്ലാത്തൊരു കാര്യമാണ് ഈ സൗമ്യത. ഏത് കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന, ദേഷ്യപ്പെടുന്ന, ഞാനെന്ന ഭാവം വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ. ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവായ യേശു നമ്മോട് കൃത്യമായി സംസാരിക്കുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നിട്ട് കർത്താവ് ഒരു ആശ്വാസവാക്ക് കൂടി പറയുന്നുണ്ട്, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് ഏത് മുഖം കിട്ടിയാലും നമുക്ക് ഭാരമാണ്, അല്ലേ? ചുമട് കിട്ടിയാൽ നമുക്ക് താങ്ങാനും പറ്റുന്നില്ല. ഇത് രണ്ടും വിഷമമുള്ള കാര്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പദം എനിക്ക് ഭയങ്കര ആശ്വാസം വരുന്നതാണ്. കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പക്ഷെ ഇത് രണ്ടും ഉണ്ട്. ഏത്?
മുഖവുമുണ്ട്, ചുമടുമുണ്ട്. ഇത് രണ്ടും വഹിച്ചേ പറ്റൂ, രണ്ടും ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ വഹിച്ചാൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്ന കഥ പറഞ്ഞേക്കുന്നത്. അതിൻ്റെയൊക്കെ തനിമ, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആത്മാവിൽ വിവേചിച്ചും അർത്ഥം മനസ്സിലാക്കാൻ വാത്സല്യ ശ്രോതാക്കളെ നിങ്ങൾ ശ്രമിക്കൂ. ഈ അഭ്യാസം പഠിച്ച ചില വേദ പണ്ഡിതന്മാർ മനുഷ്യനെ ആവേശം കൊള്ളിക്കാൻ നല്ല ഭാഷയിൽ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആവേശത്തോടെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അതിലൊന്നുമല്ല കാര്യം. ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞൊരു ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണമില്ല. ദൈവത്തിന് ഇതൊന്നും വലിയ വിഷയമേ അല്ല. അതല്ല വിഷയം. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, അനുകമ്പയും ആർദ്രതയും മനസ്സലിവും ദയയും സ്നേഹവും ഒക്കെയുള്ള അനുഭവം. അതില്ലാതെ എത്ര തുള്ളിച്ചാടിയാലും എത്രയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും 40-41 അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ചുമ്മാ ഒരു അഭ്യാസം എന്നുള്ളതല്ലാതെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന മേഖലകളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഒക്കെയുള്ള നമ്മുടെ ഇടപെടലുകളിലൂടെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരണം നമ്മൾ. ആ യേശുക്രിസ്തുവിൻ്റെ സൗമ്യതയും താഴ്മയും വിനയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ യേശുക്രിസ്തു നമുക്ക് നല്ല മാതൃക വെച്ചു കൊള്ളിക്കുക. ആ യേശുക്രിസ്തുവിൻ്റെ ചുമട്, യേശുക്രിസ്തുവിൻ്റെ മുഖം അതേക്കണം. വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ വാക്യമുള്ള ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതൊക്കെ വാക്യങ്ങൾ അവഗണിക്കാൻ പറ്റിയ വാക്യങ്ങളല്ല. ദൈവമക്കളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭാഗ്യങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിച്ചും സത്യമന്വേഷിച്ചും സത്യത്തോടെ നിൽപ്പാൻ സർവശക്തനായ ദൈവം ശ്രോതാക്കൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു ചിന്തയുമായി അടുത്ത ദിവസം പിന്നെയും കേൾക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.